അഖിൽ മാരാറില്ല, അഖിൽ മൈരാർ അഭിനയിച്ച ലാലേട്ടനെ എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തോന്ന് മഹാനാടൻ. വേണം ആരെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, ആരെയും പോയി തട്ടിക്കൊണ്ട് വന്നിട്ടില്ല. ദിലീപ് ചിത്രം, ലാലേട്ടൻ ചിത്രം, ബബ്ബ ഫസ്റ്റ് ഡേ ടിക്കറ്റ് എടുക്കും. ആ സിനിമയുടെ പേര് പറയാൻ പോലും എനിക്ക് ഇഷ്ടമില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഇന്നലെ KSRTC ബസ്സിൽ പറക്കം തളിക ഇട്ടപ്പോൾ കുറെ ചേച്ചിമാർ എഴുതിയിട്ട് പ്രതിഷേധിച്ച് അത് സ്റ്റോപ്പ് ചെയ്യിച്ചല്ലോ. അപ്പം ദിലീപിന്റെ പഴയ സിനിമ പോലും കാണാത്ത ഞാൻ പഴയ സിനിമയല്ല, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് വന്നാൽ പോലും അത് ഞാൻ സ്ക്രോൾ ചെയ്ത് വിടും. നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന ആള് ഞാൻ എങ്ങനെ ബബ്ബ പോയി കാണും ആ സിനിമ? പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ ദിലീപ് നായകനായതുകൊണ്ടാണോ? ദിലീപ് നായകനായതുകൊണ്ട്. എന്നാലും ദിലീപ് സിനിമ ഒഴിവാക്കിക്കൊണ്ടൊരു മലയാളിക്ക് അത് ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റുമോ? പറ്റും, എന്തായാലും പറ്റും. എങ്ങനെ? വിവരമുള്ള മലയാളികൾക്ക് പറ്റും, വിവരമില്ലാത്ത കഴുതകളായിട്ടുള്ള അടിമകളായിട്ടുള്ള അന്തം ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റത്തില്ല. നമ്മളൊന്ന് ഇറങ്ങിയ ദിലീപിന്റെ സിനിമയാണ് കാണുന്നത്, TV തുറന്ന ദിലീപാണ്, ദിലീപിന്റെ പാട്ടുകളാണ്. ആയിക്കോട്ടെ, നമ്മളത് ബോയ്ക്കോട്ട് ചെയ്യും, ഞങ്ങൾ കുറച്ചുപേര് ബോയ്ക്കോട്ട് ചെയ്യും. അതുകൊണ്ട് കണ്ടവരൊക്കെ കണ്ടെന്ന് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യും, നമ്മൾ കാണൂല. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിലീപിനെ അതുകൊണ്ട് ദിലീപിന്റെ സിനിമയൊന്നും ഇല്ലാതാക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം അയാൾ അത്രയും വലിയൊരു ലോബിയാണ്, അത്രയും വലിയ കോടികളുള്ള ആസ്തിയുള്ള ആളാണ്. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ ഒരു പ്രതിഷേധം, അത്രയും വൃത്തികെട്ട ഒരുത്തരെ, അത്രയും വൃത്തികെട്ട റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ മുഖം കാണാൻ നമുക്ക് ഇഷ്ടമില്ല, അതാണ് കാരണം. കുറ്റാരോപിതൻ എന്നുള്ള ഒരു ലേബലിൽ പോലും അദ്ദേഹത്തിന് ഒരു ഇത് കൊടുക്കാനുള്ള ഒരു ഇതില്ല. ഇല്ല, കുറ്റാരോപിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, കുറ്റം ചെയ്തയാളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതായത് എല്ലാവരും ഇപ്പൊ നാദിര ഉൾപ്പെടെ പറഞ്ഞത് ദിലീപിന്റെ മാത്രം സിനിമയെന്നല്ല, ഇതിൽ ഡയറക്ടേഴ്സും ഒരുപാട് ക്രൂസ്, അതുപോലെ തന്നെ ദിലീപിന്റെ സിനിമ ഡയറക്ട് ചെയ്യുന്ന ഡയറക്ടർമാരെ ഞാൻ ബോയ്ക്കോട്ട് ചെയ്യും. ദിലീപിന്റെ സിനിമയിൽ പോയി അഭിനയിച്ച ലാലേട്ടനെ എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തോന്ന് മഹാനാടൻ. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അപ്പോ അഖിൽ മാരാർ സഹിതം ഒരു അഖിൽ മാരാറില്ല, അഖിൽ മൈരാർ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നുണ്ടോ ദിലീപ്? അവനൊക്കെ വെറും മൈരാറല്ലേ, അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ, നമുക്കെന്താ. എന്നാൽ ഈ ഒരു സിനിമയിലൂടെ ജനപ്രിയത കൂടുതൽ കൂട്ടാനായിട്ട് ലാലേട്ടന്റെ കൂടെ ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ ജനപ്രിയത കുറയും എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇപ്പൊ നമുക്ക് ലാലേട്ടനെതിരെ ഇപ്പൊ എന്തോരം പോസ്റ്റുകളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. ഒരേ സമയം ഈ അവൾക്കൊപ്പം നിൽക്കുന്നവർ തന്നെ പക്ഷെ ഞങ്ങൾ സിനിമ കാണും, ആ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. ഞങ്ങളെ സിനിമ കണ്ടിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം. ആ ഒരു അവരങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ അവൾക്കൊപ്പം നിൽക്കുക സിനിമയും കാണൂല, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മളെ സിനിമയിൽ മുമ്പും കുറ്റാരോപിതരായിട്ട് ഒരുപാട് വേണം. സിദ്ദിഖ്, അതുപോലെ തന്നെ മുകേഷ്, ഇവര് ഭാഗമായിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട് വിജയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ്, പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ക്രൂ. സന്തോഷ് കീഴാറ്റൂർ ഏതായിരുന്നു? അല്ല, സന്തോഷ് കീഴാറ്റൂർ അല്ലല്ലോ, ഒരു മൈനർ പെൺകുട്ടിയായിട്ട് എന്തായിരുന്നു പേര്? ശ്രീജിത്ത് രവി, സോറി. അപ്പൊ അവരെല്ലാരും ഇപ്പോഴും സിനിമയിൽ സജീവമാണ്. അവരുടെ ഒരു ഭാഗമായി നമ്മൾ മുഴുവനായിട്ട് അവരൊക്കെ ഭാഗമായ സിനിമകൾ ഞാൻ കാണും, പക്ഷെ ദിലീപ് ഭാഗമായ സിനിമ കാണില്ല. കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് അതിജീവിതയെ അത്രയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. ദിലീപ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ്. മലയാള സിനിമ ലോകോത്തരത്തിൽ എത്തിയ നാളുകളാണ്. ദിലീപിന്റെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയും അങ്ങനെ ലോകോത്തരമായിട്ട് മലയാള സിനിമയ്ക്ക് മുന്നേറ്റം ഉണ്ടാവുള്ളൂ. അപ്പോ ഒരു വിഭാഗം പറയുന്നത് വേടനെതിരെ ശ്രീലക്ഷ്മി സ്വീകരിച്ചത്, ഞാൻ വേടന്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ. അതും ഇവർ ഒരേ സമയം വേടൻ ആരെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, ആരെയും പോയി തട്ടിക്കൊണ്ട് വന്നിട്ടില്ല, അതിജീവിതക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടില്ല, അതിജീവിതക്കെതിരെ പോസ്റ്റ് ഇടാൻ വേണ്ടിയല്ല, അതിജീവിതക്കെതിരെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഡിഫെയിം ചെയ്യാനോ ഒന്നും PR ഒന്നും കൊടുത്തിട്ടില്ല. വേടൻ കോർട്ട് പ്രൊസീജിയറിന്റെ അകത്ത് തന്നെയാണുള്ളത്. വേടൻ അതുപോലെ തന്നെ മീഡിയ പറഞ്ഞു തീർക്കട്ടെ, വേടൻ മീഡിയാസിന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവന്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്തി മുന്നേറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷേ അത് തിരുത്തി മുന്നേറാൻ ശ്രമിക്കുന്നു പറയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ അങ്ങനെ ഒരു അപ്രോച്ചാണ് നമ്മൾ എടുക്കുക. ഒന്നിലധികം കുറ്റാരോപണം വന്ന ഒരു സീരിയസ് ക്രൈം തന്നെയാണ് വേടൻ. ഒന്നിലധികം കുറ്റാരോപണം വന്നത് ഏത് സാഹചര്യത്തിലാണെന്നും കൂടെ മനസ്സിലാക്കണം. അതിന്റെ പിന്നിൽ ഒരുപാട് പൊളിറ്റിക്കൽ കളികളുണ്ട്. അതായത് ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ ഉയർന്നു വരുന്നു, അയാളുടെ വാക്ക് കേട്ട് അംബേദ്കർ പൊളിറ്റിക്സും ബുദ്ധിസവും ആരാണ് പൊയ്കയിൽ അപ്പച്ചെന്നും അവരുടെ വരികളും ഒക്കെ ആൾക്കാർ യൂത്ത് ഉൾപ്പെടെ തേടി പോകുന്നു. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒരു സിനിമാ നടന്മാർക്കും ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്ത അത്ര മോബിനെ അയാൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും അയാൾക്കെതിരെ ആ സമയത്ത് തന്നെ മീറ്റ് വരുന്നു. അപ്പോൾ ഇതിനകത്തെല്ലാം വേറെ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും മുന്നോട്ട് തന്നെയാണ് പോരാട്ടം തുടരുന്നത്. ഒരു നീതി ലഭിക്കും തന്നെയാണ് പ്രതീക്ഷ. നീതി ലഭിക്കുന്നത് എനിക്ക് പ്രതീക്ഷയില്ല, പക്ഷെ പോരാട്ടം തുടരും. എന്തായിരിക്കും എൻ്റെ ഒരു ഏതൊക്കെ ഒരു തരം വരെ ഈ ഒരു സിനിമ പ്രതിഷേധിക്കാന്ന് പറഞ്ഞത് ഒരു ബേസ് ലെവൽ പ്രതിഷേധമാണ്.
അതിനപ്പുറത്തേക്ക് ഇതൊരു നമുക്ക് അയാളെ പോയി കൊല്ലാനോ നല്ലാനൊന്നും പറ്റത്തില്ല. നമുക്ക് അയാളെ പോയി അയാളെ റേപ്പ് ചെയ്യാൻ പറഞ്ഞ് കൊട്ടേഷൻ കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം നമ്മളെ എത്തിക്സ് അങ്ങനത്തെ എത്തിക്സ് അല്ല. അവിടെ നമ്മൾ പ്രതിഷേധിക്കും, തെരുവിലിറങ്ങിയും അവിടെ ഇവിടെയൊക്കെ പ്രതിഷേധിക്കും, അത്ര തന്നെ. അപ്പൊ ഈ സിനിമയുടെ എന്തെങ്കിലും ട്രെയിലറോ ടീസറോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സിനിമ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കാണാം. നെഗറ്റീവ് ആണെങ്കിൽ കാണില്ല. എങ്ങനെയാണെങ്കിലും കാണില്ല. സിനിമ എന്തിനാ കാണുന്നത്? അയാളുടെ മുഖം കാണാം, അയാളുടെ ഇമേജ് വരുന്ന ഒരു ട്രോളിന് പോലും ഞാൻ ലൈക്ക് പോലും അടിക്കില്ല. അതുവരെ മാറ്റിക്കളയുന്ന എങ്ങനെ കാണാൻ പറ്റുന്നേ? ഓക്കെ, താങ്ക് യു. അവൾക്കൊപ്പമാണ്. അതെ, അവൾക്കൊപ്പമാണ്. താങ്ക് യു.